കഴിഞ്ഞ ദിവസം വളരെ യാദൃശികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായി. അതില് തൊപ്പി വെറും ഒരു വ്യക്തിയല്ല, നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഡാർക്ക് വെബിന്റെ നേർചിത്രമാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. വായിച്ചു നോക്കിയപ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോ അതിന് ബാക്കി കൂടി അങ്ങ് വായിക്കാന്ന് വെച്ചു. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. പാതിരാത്രികളിലെ ലൈവ് സ്ട്രീമിങ്ങും ഗെയിമിംഗ് സ്ക്രീനുകളിൽ പൊട്ടിത്തെറിക്കുന്ന ഡയലോഗുകളും അതിൽ നിന്ന് കിട്ടുന്ന അഡ്രിനാൽ റഷും ഇന്നൊരു സാധാരണ ട്രെൻഡാണ്. അതിലൊരു രസമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ആ വൈബിലേക്ക് നാം വീണു പോകുന്നുമുണ്ട്. പക്ഷേ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന ആ വെർച്വൽ ലോകത്തിന് പിന്നിലെ ഡാർക്ക് റിയാലിറ്റി എന്താണെന്ന് തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിലൂടെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള വലിയൊരു വാണിംഗ് ബെല്ലാണ്. ഗെയിമിങ്ങിന്റെയും എന്റർടൈൻമെന്റിന്റെയും പേരിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അങ്ങേയറ്റം അപകടകരമായ ഒരു സമാന്തര ലോകമാണ്. സ്വന്തം ആവശ്യങ്ങൾക്കും പ്രതികാരങ്ങൾക്കും വേണ്ടി കൂടെ നിൽക്കുന്നവരെ പോലും കരുവാക്കുന്ന സൈക്കോപാത്തിക് മൈൻഡ് സെറ്റുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എക്കാലത്തും കൂടെ നിന്ന സുഹൃത്തുക്കളുടെ പോലും ഏറ്റവും പ്രൈവറ്റ് ആയ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി വെക്കുക, ഒരൽപ്പം എതിർപ്പ് കാണിക്കുമ്പോൾ ആ വീഡിയോകൾ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, വിശ്വസിച്ചവരെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ക്രിമിനൽ ബ്രെയിൻ. എക്കാലത്തും കൂടെ നിന്ന സുഹൃത്തുക്കളുടെ പോലും ഏറ്റവും പ്രൈവറ്റ് ആയ നിമിഷങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി വെക്കുക, ഒരൽപ്പം എതിർപ്പ് കാണിക്കുമ്പോൾ ആ വീഡിയോകൾ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, വിശ്വസിച്ചവരെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ക്രിമിനൽ ബ്രെയിൻ. ഇത് വെറും ഒരു ക്രൈം സ്റ്റോറി അല്ല. അന്ധമായി നമ്മൾ ഫോളോ ചെയ്യുന്ന പല ഹീറോകളുടെയും റിയൽ ഫേസ് ഇത്രത്തോളം അഴുകിയതാണെന്നുള്ള നഗ്നമായ സത്യമാണ്. എന്തിനും ഏതിനും കൃത്യമായ നിലപാടുകൾ ഉള്ളവർ എന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കുറച്ച് റീച്ചിനും വ്യൂസിനും ലൈക്കുകൾക്കും വേണ്ടി വിറ്റഴിക്കാനുള്ളതാണോ നമ്മുടെ സ്വാഭിമാനവും പ്രൈവസിയും? മനുഷ്യൻ വിവേകമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആയി മാറേണ്ടത് മാന്യത എന്ന ഉന്നത സ്വഭാവ മഹിമയാണ്. അതൊരു ബാധ്യതയല്ല, മറിച്ച് ആരും നമ്മെ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഫീൽഡാണ്. നമ്മുടെ ജീവനും ജീവിതവും പടച്ചവൻ നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച അതീവ ഗൗരവമർഹിക്കുന്ന അമാനത്താണ്. നഗരാഗ്നിയിൽ നിന്ന് ഈ ശരീരത്തെയും മനസ്സിനെയും കാത്തു രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സമയം എങ്ങനെയൊക്കെ കവർന്നെടുക്കാമെന്ന് മാത്രം പ്ലാൻ ചെയ്ത് കോഡ് ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾക്ക് നമ്മുടെ ധാർമ്മികതയോ ലൈഫോ ഒരു വിഷയമേ അല്ല. അവരുണ്ടാക്കുന്ന ഈ ടോക്സിക് ലൂപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. ഒപ്പം മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ അവരെ ക്രൂശിക്കാതെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായി വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആയി നമ്മുടെ വീടുകൾ മാറണം. സ്ക്രീനിൽ അവർ തിരയുന്ന അക്സെപ്റ്റൻസും സപ്പോർട്ടും സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇതിൽ പാതി പ്രശ്നങ്ങളും. ക്യാമറയ്ക്ക് മുന്നിലെ വ്യാജ ചിരികൾക്കും ഫേക്ക് ഫ്രണ്ട്ഷിപ്പുകൾക്കും അപ്പുറം മനോഹരമായ ഒരു റിയൽ ലൈഫ് നമുക്കുണ്ട്. നമ്മളെ ചൂഷണം ചെയ്യുന്ന, നമ്മുടെ ക്യാരക്ടറിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഇത്തരം വെർച്വൽ ട്രാപ്പുകളോട് നോ പറയാൻ നമുക്ക് കഴിയണം. അഥവാ ഈ ഫേക്ക് ഹീറോസിനെ അൺഫോളോ ചെയ്ത് റിയാലിറ്റിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമാണിത്. ജമായത്തി ഇസ്ലാം സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വിയുടെ ഒരു പോസ്റ്റാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ തെറ്റൊന്നും കാണുന്നില്ല. ശരിയല്ലേ ഈ പോസ്റ്റിൽ പറയുന്നത്? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതിനെയൊക്കെ ജയ് വിളിക്കുന്നതല്ലേ? രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തോ, മമ്മു പിടിയിലായോ എന്നൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം കൂടി വ്യക്തമാക്കി തരട്ടെ. ഈ പറയുന്ന തൊപ്പി ഒരിക്കലും ഒരു സൽഗുണ സമ്പന്നനായതുകൊണ്ടല്ല ഇയാളെ എല്ലാവരും അറിയപ്പെടുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളും വാക്യങ്ങളുടെയും പവറിലാണ്. ആ വാക്കും വാക്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തൊപ്പിയെ മാത്രം കുറ്റം പറയുന്നില്ല, ഇതുപോലെ വേറെയും ഒരുപാട് ആളുകളുണ്ട്. തൊപ്പി ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ്, അതും ഓർക്കാതിരിക്കരുത്. ഇതുപോലുള്ള പലതും കണ്ടും കേട്ടുമാണ് നമ്മുടെ ഈ തലമുറ തന്നെ വളരുന്നത്. ഇത് എത്രത്തോളം നമ്മെ എഫക്റ്റ് ചെയ്യുന്നു എന്നത് നമ്മൾ കാണുന്നതാണ്. പ്രണയനൈരാശ്യം മൂലം കാമുകനും കൂട്ടുകാരും പീഡിപ്പിച്ചതായി ഒരു പെൺകുട്ടി സൈബർ സെല്ലിൽ വിളിച്ച് കള്ളപ്പരാതി കൊടുത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് ഈ ഐഡിയ ആ കുട്ടിക്ക് കിട്ടിയതെന്ന്. എന്തായാലും മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പോസ്റ്റിൽ പറഞ്ഞ പോലെ ഇത് ശരിക്കും റിയാലിറ്റിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയം തന്നെയാണ്, അല്ലേ?